നമസ്കാരം, എൻ്റെ പേര് ഫ്രാൻസിസ്. ടാക്സ്ബൈക്സ് റോയൽ എൻഫീൽഡ് DP ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ലോൺ എടുക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ കൊടുക്കേണ്ടത് ആർക്ക്? ഫിനാൻസിങ് കമ്പനിക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളൊരു ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ബേസിക്കലി നമുക്ക് 8 കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രൈമറിലി നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആധാർ കാർഡാണ്. ആധാർ കാർഡ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രോസ് ഇന്ത്യയിലെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാർഡാണ് ആധാർ കാർഡ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് നമ്മുടെ പേര് പ്ലസ് നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സ്, അതായത് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന അഡ്രസ്സ് ആയിരിക്കണം നമ്മൾ ഈ ആധാർ കാർഡിൽ ഉണ്ടാവേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽഡ് ഇൻസ്പെക്ഷൻ, അതായത് ഫിനാൻസിങ് കമ്പനി ഒരു ഫീൽഡ് ഇൻസ്പെക്ഷന് വിടുമ്പോൾ ഈ പറയുന്ന പ്രസ്തുത അഡ്രസ്സിലേക്കാണ് വിടുക. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ആധാർ കാർഡിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയ ആധാർ കാർഡുകളിൽ ഇയർ ഓഫ് ബർത്ത് മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷേ നമ്മുടെ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് മസ്റ്റാണ്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും അടുത്തുള്ള ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആധാർ കാർഡാണ് ഏറ്റവും ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു ഡോക്യുമെൻറ്റ്. അതിനുശേഷം നമുക്ക് വേണ്ടത് പാൻ കാർഡാണ്. അപ്പോൾ ഈ പാൻ കാർഡ് എന്ന് പറയുമ്പോൾ ആധാർ കാർഡും പാൻ കാർഡും കൂടി ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ സെക്കൻഡ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാൻ കാർഡാണ്. ഇനി നമ്മുടെ തേർഡ് ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഡെബിറ്റ് കാർഡാണ്. ഈ ഡെബിറ്റ് കാർഡ് വേണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോൺ പണ്ടൊക്കെ ചെക്കിൻ്റെ പുറത്താണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇത് പാസ്സായി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബുദ്ധിമുട്ട് വരുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മുടെ ചെക്ക് ബൗൺസ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെബിറ്റ് കാർഡ് ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ഇവർ ഈനാച്ച് ചെയ്യും, അല്ലെങ്കിൽ മാൻഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ EMI എമൗണ്ട് എന്ന് പറയുന്നത് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡെബിറ്റ് കാർഡ് ഇതിൻ്റെ കൂടെ കരുതണമെന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫാണ്. അത് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട കാര്യമില്ല. അത് ഏതാണോ ഫിനാൻസിങ് കമ്പനി ഐദർ അവരുടെ ടാബിലോ അല്ലെങ്കിൽ ഫോണിലോ ലൈവായിട്ടാണ് എടുക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സിബിൽ സ്കോർ, അതായത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഇതൊരു ഓർഗനൈസേഷനാണ്. അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. ഒരു നല്ല സിബിൽ സ്കോർ എന്ന് പറയുന്നത് 750+ ആണ്. 750+ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% വരെ ലോൺ കിട്ടും. അതായത് ഫണ്ടിങ് എന്ന് പറയുന്നത് 100% ആണ്. ചില കസ്റ്റമേഴ്സ് ഇതുവരെ ലോൺ എടുത്തിട്ടില്ലാത്ത കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരെ -1 എന്ന കാറ്റഗറിയിൽ ഇടുക. ഭയക്കേണ്ട കാര്യമില്ല. -1 എന്ന് പറയുന്നത് സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്ന ആ ഓർഗനൈസേഷന് നിങ്ങളുടെ പേയ്മെൻറ്റ് ട്രാക്ക് അറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾക്ക് ഫണ്ടിങ് കിട്ടാതെ ഇരിക്കില്ല, ഫണ്ടിങ് എന്തായാലും കിട്ടും. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി, ഈ പറയുന്ന ലോൺ എടുക്കുന്ന വ്യക്തി 21 വയസ്സിന് താഴെയുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഇനി അവർക്ക് നല്ലൊരു സിബിൽ സ്കോർ ഇല്ല എന്ന് വിചാരിക്കുക. ഇനി ആ വ്യക്തി ഒരു സ്ത്രീയാണെന്നും കൂടി വിചാരിക്കുക. ഇഫ് ഷീ ഈസ് എ വുമൻ, നമുക്കൊരു മെയിൽ ഗ്യാരണ്ടർ മസ്റ്റാണ്. ബാങ്കിൻ്റെ പാസ്ബുക്ക് നിങ്ങൾ മസ്റ്റായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ അഡ്രസ്സ് വേണം, അക്കൗണ്ട് നമ്പർ വേണം, ഏതാ ബാങ്ക് എന്ന് അറിയണം. RTGS NEFTയുടെ ഡീറ്റെയിൽസ് നമ്മുടെ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിലുണ്ടായിരിക്കും. അപ്പോൾ ഇത് മസ്റ്റായിട്ടും നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റാണ്. എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിബിൽ സ്കോർ വളരെ കുറവാണെന്ന് കരുതുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഫിനാൻസ് കമ്പനി നിങ്ങളുടെ ലാൻഡ് ടാക്സിൻ്റെ കോപ്പി ചോദിക്കും. ഇൻ കേസ് ആ ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയിൽ അവർ തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാൻഡിൻ്റെ ഡീഡിൻ്റെ കോപ്പിയും കൂടി അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്യാരണ്ടറും കൂടി വേണ്ടി വരും. ഇനി ചില ഇൻസ്റ്റൻസിൽ ഫിനാൻസിങ് കമ്പനി നോക്കുമ്പോൾ അവർക്ക് ചില ക്വയറീസ് വരും. ഈ ഒരു പൈസ നിങ്ങൾ അടച്ചതാണോ, അടച്ചതായിട്ടും എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വന്നു. ഇനി ചില കേസുകളിൽ ഇത് അടയ്ക്കാൻ വേണ്ടിയും ഫിനാൻസ് കമ്പനി പറയാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളതൊരു പോസിറ്റീവായിട്ട് കാണുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസിങ് കമ്പനി നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് റീപേയ്മെൻ്റ് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വൺസ് ഇതെല്ലാം ത്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഡീലർഷിപ്പിൽ പോയിട്ട് ഒരു കൊട്ടേഷൻ ആദ്യം വാങ്ങണം. അതിൻ്റെ കൂടെ IP ഇനീഷ്യൽ പേയ്മെൻറ്റ് ഡീലർഷിപ്പിൽ അടച്ചിട്ട് വേണം ബാക്കി ഫിനാൻസ് പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യാനായിട്ട്. നമ്മളിന്ന് കണ്ടത് ഒരു ലോൺ പ്രോസസ്സ് ചെയ്യുമ്പോൾ വേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. 8 ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചത്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഏരിയാസും ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും നല്ല ഫ്രണ്ട്സിന് ഇതുപോലത്തെ ലോണിനെ കുറിച്ച് അറിയുന്ന ആഗ്രഹമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബട്ടണില്ലേ മുകളിൽ, എല്ലാം അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വരുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം കാണാൻ സാധിക്കും. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ടാക്സ്ബൈക്സ് എന്ന് പറഞ്ഞ റോയൽ എൻഫീൽഡ് ഓത്തറൈസ്ഡ് ഡീലറിൻ്റെ DP ആണ് ഞാൻ.
നിങ്ങൾക്ക് ഇനി വാഹനത്തിനെക്കുറിച്ച് ഇതുപോലത്തെ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇനി സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ സെയിൽസും സർവീസും ഇവിടെ ചെയ്യുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വാഹനത്തിന് കംപ്ലയിൻറ്റുകളുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ കൂടെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫോണിൽ കൂടെ അസിസ്റ്റ് ചെയ്ത് തരാം. അല്ല നിങ്ങൾക്ക് നേരിട്ട് നമ്മളവിടെ സർവീസിന് വരുന്നുണ്ടെങ്കിൽ സർവീസിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് റിന്യൂവൽസ് ആണെങ്കിലും നമ്മൾ അക്രോസ് കേരള ചെയ്തു കൊടുക്കുന്നുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് റിന്യൂവൽസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്, റൈഡ് സേഫ്. അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.